ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ ബുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷാണ്, സുനേഷ് നിലമ്പൂരാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സിറ്റ് ഔട്ട് ബെഞ്ചിൻ്റെ വീഡിയോ ആണ്. അതായത് കൂടുതൽ വിലേൻ്റെ നല്ല ഒരു കുറഞ്ഞ വിലേൻ്റെ ഒരു 80% മുതൽ 90, 95, 100% പീസും അതിലുണ്ടാവും കേട്ടോ. 80% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90, 100 അതിൽ പെടും. പക്ഷേ ഫുള്ള് കാതലായിരിക്കില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. ഒന്നിൻ്റെ ഏഴത്തുമ്മയുടെ വീട്ടിൽ ഉള്ള തന്നെയാണ് ഒരു സിറ്റ് ഔട്ട് ബെഞ്ച്. ഒന്ന് പിന്നെ ഷെഡിൽ അടിച്ചിട്ടാട്ടോ. എന്തെങ്കിലും കല്യാണ ആവശ്യങ്ങളോ അല്ലെങ്കിൽ കയറി താമസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 80, 90, 95% ചെയ്ത സാധനമാണ്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ബെഞ്ച്. സിറ്റ് ഔട്ട് ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിയും കനമൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ സാധാരണ ഉണ്ടാക്കണേക്കാളും കുറച്ച് കട്ടിയും കനത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിലമ്പൂർ നാടൻ തേക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നാടൻ തേക്ക് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നൊക്കെ ഫോറസ്റ്റ് തേക്കിൻ്റെ ഇനാണ് കേട്ടോ. അതായത് കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളെ നിലമ്പൂരിലുള്ള ആളുകളൊക്കെ ഫോറസ്റ്റ് തേക്കിൻ്റെ തൈകൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് നടാറ്. അപ്പോൾ ഇവിടെ കിട്ടുന്നൊക്കെ ഫോറസ്റ്റ് തേക്ക് തന്നെയാണ്. പിന്നെ കൂപ്പ് തേക്കല്ലാതെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിലമ്പൂർ തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല ആളുകളും നമ്മളോട് ചോദിക്കും നാടൻ തേക്കിൻ്റെ വെള്ളം വിട്ട് കഴിഞ്ഞാൽ കുത്തൂലേന്ന്. അപ്പോൾ നമ്മൾ നാടൻ തേക്കിൻ്റെ എല്ലാ വെള്ളയും കുത്തൂല. കുത്തുന്ന തേക്ക് നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ മരം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇട മുറിക്കാൻ ചെല്ലുക. അല്ലെങ്കിൽ തേക്കാണെങ്കിലും പൊട്ടിക്കീറി ആകെ നാശമാവണേന് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇട മുറിക്കാൻ ചെല്ലുക. ആ ഇട മുറിക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാം നാടൻ തേക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണുന്ന തേക്ക് നമ്മൾ എടുക്കൂല. നമ്മളത് കുത്തൂല എന്നുള്ളത് നമ്മൾ 100% ഉറപ്പ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സിറ്റ് ഔട്ട് ബെഞ്ച്. ഇത് 100% കാതലല്ല ഇട്ടത് ചെയ്തിട്ടുള്ളത്. ഇതൊരു 80% മുതൽ ഒരു 90, 95, 100% പീസും ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഷെഡിൽ അടിച്ചിട്ടാണ് കേട്ടോ. അത് ആർക്കെങ്കിലും വില കയറി താമസമോ എന്തെങ്കിലും പരിപാടി വരികയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് കൊടുക്കാൻ അടിച്ചിട്ടാണ്. അപ്പോൾ ഇത് 5 അടിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. 5 അടിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. 5 അടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ഇഞ്ചാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇത് മൂന്നാൾക്ക് സുഖമായിട്ട് ഇതിലിരിക്കാം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാൾ നമ്മളെ വിളിച്ച്, നമ്മളെ അനുജനം പോലെ കണ്ടിട്ട് ഒരാൾ വിളിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാണ്, നിങ്ങൾ ലക്ഷറിയായിട്ടുള്ള സാധനം മാത്രമാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സാധാരണക്കാർ ഇത് വാങ്ങുക ചോദിച്ചു. അപ്പോൾ നമ്മളെ വീഡിയോയിൽ സംഭവം ആ ഏട്ടൻ നമ്മളെ മുൻപത്തെ വീഡിയോ കാണാഞ്ഞിട്ട് അത് തോന്നുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. നമ്മളെ സാധാരണക്കാർക്ക് ഇടാനുള്ളവരും നല്ല പൈസക്കാർക്ക് ഇടാനുള്ളവരും മീഡിയം ലെവലിലുള്ള ആൾക്കാർക്ക് ഇടാനുള്ളതൊക്കെ നമ്മളെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ വിളിച്ചിട്ട് ഒരു 8000 രൂപയ്ക്ക് ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് വേണം, നമുക്ക് അധികം കണ്ടീഷൻ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ 8000 രൂപയ്ക്ക് നമ്മൾ സിറ്റ് ഔട്ട് ബെഞ്ച് ഉണ്ടാക്കും കേട്ടോ. നമ്മൾ ലക്ഷറി സാധനം മാത്രമല്ല ഉണ്ടാക്കുന്നത്. പിന്നെ അതേമാതിരി ഒരു 10000 രൂപയ്ക്ക് കുഴപ്പമില്ലാത്തൊരു സിറ്റ് ഔട്ട് ബെഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മോഡൽ അയച്ചു അതുണ്ടാക്കും. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളെ വീടിൻ്റെ അളവ്, സിറ്റ് ഔട്ടിൻ്റെ അളവ് 6 അടിയാണെങ്കിൽ ഇതിപ്പോൾ 5 അടിയാണ് ഉള്ളിൽ വെച്ചിട്ടുള്ളത്. നമ്മളവിടെ 6 അടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. 6 അടി നീളത്തിൽ നമ്മൾ, അപ്പോൾ ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുന്നുള്ളൂ കേട്ടോ. സംഭവം കുറച്ച് പൈസയും കൂടുന്നുള്ളൂ. അല്ലാതെ അതായത് ഏത് അളവിലാണെങ്കിലും സംഭവം സാധാരണ ഒരു നോർമൽ അളവിലാണ് നമ്മൾ 5 അടിയിൽ 3 ആക്കി ഇരിക്കാനുള്ളത് അടിച്ചിടാറ്. പിന്നെ അങ്ങോട്ടൊക്കെ നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 6 അടി 7 അടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ 6 അടി 7 അടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ അടിയിലിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് കട്ടിയും കാനൊക്കെ കൂടുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.